ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ജിസ്റ്റു സംവിധാനം ചെയ്ത മെയ് മാസം റിലീസ് ചെയ്ത സിനിമയാണല്ലോ തലവൻ. ആസിഫ് അലി ബിജുമനൻ കോമ്പോയിൽ തിയേറ്ററുകളിലേക്ക് എത്തി തിയേറ്ററുകളിലെ മികച്ച കളക്ഷൻ നേടിയെടുത്ത് വിജയിച്ച പിന്നീട് OTT സാറ്റലൈറ്റ് ബിസിനസ്സിലൂടെ ആസിഫിന്റെ കരിയറിലെ ഏറ്റവും മികച്ച ലാഭം നേടിയെടുത്ത തലവൻ എന്ന സിനിമയുടെ സാറ്റലൈറ്റ് അവകാശങ്ങൾ അങ്ങനെ ഏഷ്യനെറ്റ് സ്വന്തമാക്കിയെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. സെപ്റ്റംബറിലെ സിനിമയുടെ OTT റിലീസിന് ശേഷമുള്ള TV പ്രീമിയറിനായിട്ട് കാത്തിരിക്കാം. മികച്ച TRP സിനിമ ഏഷ്യനെറ്റിന് നേടിക്കൊടുക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. അതേസമയം ടർബോ സിനിമയുടെ സാറ്റലൈറ്റ് അവകാശങ്ങൾ നേരത്തെ റൂമറുകൾ ഉണ്ടായിരുന്ന സി കേരളം തന്നെയാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. അങ്ങനെ തിയേറ്ററുകളിലേക്ക് എത്തിയതിനു ശേഷമാണെങ്കിലും ടർബോ എന്ന സിനിമയുടെ OTT സാറ്റലൈറ്റ് വിൽപ്പന എല്ലാം തന്നെ നടന്നിരിക്കുകയാണ്. നേരത്തെ ഒരു ഘട്ടത്തിൽ ഏഷ്യനെറ്റ് സിനിമയുടെ സാറ്റലൈറ്റ് അവകാശം Disney+ ഹോട്ട്സ്റ്റാർ സിനിമയുടെ OTT അവകാശങ്ങൾ സ്വന്തമാക്കുമെന്നൊക്കെയായിരുന്നു സിനിമയുടെ ബഡ്ജറ്റ് കണ്ട് നാം പ്രതീക്ഷിച്ചത്. എന്നാൽ ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിൽ സോണി ലിവ് ആണ് OTT അവകാശങ്ങൾ, സി കേരളമാണ് സാറ്റലൈറ്റ് അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത്. ഇതോടെ മധുരരാജ എന്ന സിനിമയ്ക്ക് ശേഷം വീണ്ടും വൈശാഖ മമ്മൂട്ടി സിനിമ കൂടി സി കേരളം സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇടക്കാലത്ത് മമ്മൂട്ടിയുടെ പുഴു എന്ന സിനിമ സി കേരളം സ്വന്തമാക്കിയെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായെങ്കിലും ഇനിയും ആ സിനിമ ടെലിവിഷൻ പ്രീമിയർ ചെയ്തിട്ടില്ല. ഈ 2024 വർഷം തിയേറ്ററുകളിൽ വിജയിച്ച വമ്പൻ കളക്ഷൻ നേടിയെടുത്ത് വിജയിച്ച ഭൂരിഭാഗം സിനിമകളെ തേടിയും OTT റിലീസിന് ശേഷം എത്തുന്ന ഒരു ടാഗ് ആണല്ലോ ഓവർ റേറ്റഡ്. ആ പട്ടം ലഭ്യമായ ഏറ്റവും പുതിയ മലയാളം സിനിമ ഗുരുവായൂർ അമ്പലനടയിൽ തന്നെയാണ്. വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ അത്രത്തോളം ട്രോളുകളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല എങ്കിൽ പോലും ഓവർ റേറ്റഡ് എന്നൊരു അഭിപ്രായമാണ് ഗുരുവായൂർ അമ്പലനടയിൽ OTT റിലീസിന് ശേഷം നേടിയെടുത്തിരിക്കുന്നത്. തിയേറ്ററുകളിലെ കുടുംബ പ്രേക്ഷകരടക്കം പൊട്ടിച്ചിരിപ്പിച്ചൊരു ഫാമിലി കോമഡി എന്റർടൈനർ സിനിമയായിരുന്നു ഗുരുവായൂർ അമ്പലനടയിലെങ്കിൽ OTT റിലീസിന് ശേഷം ഇതിലെവിടെയാണ് ചിരിക്കാനുള്ളത് തുടങ്ങിയ ചോദ്യങ്ങളാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞത്. ഇനി മെയ് മാസം തന്നെ റിലീസ് ചെയ്ത മറ്റൊരു സിനിമയിലേക്ക് വരികയാണെങ്കിൽ മലയാളി ഫ്രം ഇന്ത്യ. കഴിഞ്ഞ ദിവസമായിരുന്നല്ലോ സോണി ലിവിലൂടെ OTT റിലീസ് ചെയ്തത്. നിവിൻ പോളി നായകനെത്തിയ അദ്ദേഹത്തിന്റെ ബിഗ് ബഡ്ജറ്റ് സിനിമയായിട്ട് ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ നേരത്തെ തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ്. ഇപ്പോഴത്തെ സോണി ലിവിലൂടെയുള്ള പാൻ ഇന്ത്യൻ ഭാഷകളിലെ OTT റിലീസിന് ശേഷം സിനിമ ട്രെൻഡിംഗ് ലിസ്റ്റിൽ എക്സിൽ ഇടം നേടിയെടുത്തിരിക്കുകയാണ്. തിയേറ്ററുകളിലെ മിക്സഡ് അഭിപ്രായങ്ങൾ ലഭ്യമായ സിനിമയുടെ OTT റിലീസിന് ശേഷമുള്ള ആദ്യ 50 മണിക്കൂറിലെ അഭിപ്രായങ്ങളെല്ലാം തന്നെ നോക്കുകയാണെങ്കിൽ കൂടുതലും ആവറേജ് അഭിപ്രായങ്ങളാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ബജ്രംഗി ഭായിജാൻ, ആടുജീവിതം, നിവിന്റെ തന്നെ പല കോമഡി സിനിമകളുടെ എല്ലാം തന്നെ മിക്സ് ആണ് സിനിമ എന്നും എന്നാൽ മറ്റൊരു വശത്ത് നെഗറ്റീവ് ലഭ്യമാകേണ്ട ഒരു സിനിമയായിരുന്നില്ല ചിത്രമെന്നും വർഷങ്ങൾക്ക് ശേഷം എന്ന നിവിന്റെ തന്നെ ഈ വർഷത്തിലെ മറ്റൊരു സിനിമയേക്കാൾ വളരെ ഭേദപ്പെട്ട സിനിമയാണ് മലയാളി ഫ്രം ഇന്ത്യ തുടങ്ങിയ അഭിപ്രായങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട്. എന്തായാലും സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയൂ. കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള സിനിമാ വാർത്തകൾ കേട്ട്.